റെഡിയാണോ? ഇതെന്ന് വെച്ചാൽ പഴയ സിനിമയിൽ ഭയങ്കര കാർ ചേസ് നടക്കുമ്പോഴേ അവന്മാർ എങ്ങനെയാണെന്നറിയോ, ഇതിങ്ങനെ ഈ കാണിക്കുന്നതിനകത്താണ് വണ്ടിയുടെ സ്പീഡ് ഇരിക്കുന്നത്. ഇങ്ങനെ കുതിക്കൊക്കെ ചെയ്യും. എന്തിനാണെന്നറിയോ, വണ്ടി തള്ളി വിടുന്ന എന്നിട്ട് ഇങ്ങനെ കാണിക്കും കിടന്ന്. അപ്പൊ ഇവിടെ ചാടുന്നതാണോ ഇങ്ങനെ ഇങ്ങനെ കാണിക്കും. അവിടെ വണ്ടി ഇങ്ങനെ ചാടി പോകുന്ന കാണുന്നു. അപ്പൊ ഇതിനകത്ത് നസീറൊക്കെ ആണെങ്കിൽ ഇരിക്കും ലാൻഡ് ചെയ്യുമ്പോ. അങ്ങനെയൊക്കെ തോക്കണ്ട പിന്നെ ഇങ്ങനെ വെച്ചിട്ട് വെടിവെക്കുമ്പോ എന്ത് ചെയ്തു പുറകെ വെടിവെക്കുമ്പോൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഭയങ്കര പോലീസുകാരും മറ്റേ ഇവരുണ്ടല്ലോ, അയ്യന്റെ മുതലക്കുളം. അതല്ല അങ്ങനല്ല, നിങ്ങളെ തട്ടി കളിക്കും എന്നൊക്കെ പറഞ്ഞ ടീമില്ലേ കൊള്ളക്കാര്. അവരായിട്ടുള്ള ചേസിലാണ് മുട്ടൻ ജീപ്പൊക്കെ ആയിട്ട് ഇങ്ങനെ ജീപ്പ് ആടും. പറഞ്ഞേ ഇങ്ങനെ കാണിച്ചിട്ടുണ്ടേ നസീർ അവർക്കൊന്നും വെടി കൊള്ളത്തില്ല. നായകൻ ഒറ്റ വെടിക്ക് എല്ലാം ജീപ്പ് വരെ കത്തിപ്പോവും. മനസ്സിലായോ? ജീപ്പ് പൊട്ടിത്തെറിക്കും, പുറകെ വരുന്ന വാൻ പൊട്ടിത്തെറിക്കും. എല്ലാ വില്ലന്മാരും മോളിൽ നിന്നൊക്കെ തെറിച്ച് താഴോട്ട് കറങ്ങി വീഴും. ഇങ്ങനെ ഒരു പ്രത്യേക കറക്കമൊക്കെ ഉണ്ട്. അതൊക്കെ അങ്ങനത്തെ സ്റ്റൈലാണ്. ഇപ്പൊ അതൊക്കെ എമ്പുരാൻ ഈ ലൂസിഫർ എന്ന സിനിമയിലൊക്കെ ഉള്ളൂ. അല്ലാത്ത മോഹൻലാലിന്റെ പടത്തിലൊക്കെ ഇപ്പൊ അങ്ങനത്തെ സാധനങ്ങൾ കാണാൻ പറ്റും. എന്നിട്ട് ഭയങ്കര പരിപാടി. ചണ്ടെന്നൊക്കെ ഇങ്ങനെ സീനാണ്. വണ്ടിയൊക്കെ ഒന്ന് കൂട്ടി ഇടിച്ച് തെറിക്കുകയൊക്കെ ചെയ്യും. പിന്നെ ഇങ്ങനെ മണ്ടക്കോട്ട് പറന്ന് പോയിട്ട് പൊട്ടിത്തെറിക്കും. പിന്നെ വെള്ളത്തിൽ വീണ കളി തീർന്നു, പൊട്ടിത്തെറിച്ചാലും കളി തീർന്നു, കൊക്കെ വീണ കളി തീർന്നു. അങ്ങനെയൊക്കെയാ സ്റ്റണ്ട്. ഇനി അതല്ല, വളരെ ശാന്തമായിട്ട് കാമുകി ഒന്നിച്ചോ ഭാര്യ ഒന്നിച്ചൊക്കെ പോകുമ്പോൾ മറ്റേ പാട്ടൊക്കെ ഇടും. ഏതെങ്കിലും ഒക്കെ ഒരു പാട്ടൊക്കെ കാണും. എന്തോ പാട്ടം എനിക്ക് ഓർമ്മയില്ല. ഏതെങ്കിലും ലവ് സോങ് കേട്ട് ഇങ്ങനെ നസീറൊക്കെ വണ്ടി ഓടിക്കുകയാണ്. ഹിന്ദിയും അങ്ങനെയൊക്കെ തന്നെ നടക്കും. ഹിന്ദിയിൽ ഇതൊക്കെ തന്നെ നടന്നുകൊണ്ടിരുന്നത്. അവരാജനെ കുറെ വളയം പിടിച്ചിട്ടുള്ളതാണ്. അവരെങ്ങനെയാണെന്ന് വെച്ചാൽ അവർ ഈ പറഞ്ഞ പോലെ വെറുതെ ഇരിക്കത്തില്ല. നമ്മളിങ്ങനെ കാർ ഓടിക്കുമ്പോൾ ഇങ്ങനെ ഇരുന്നാൽ പോരെ, ഇങ്ങനെയല്ലേ ഇപ്പോൾ വണ്ടി ഓടിക്കുന്നത്. അവരെന്ത് ചെയ്യുന്നറിയോ, ഇങ്ങനെ കാണിച്ചോണ്ടിരിക്കും. അല്ലെ വണ്ടി ഓടിക്കുന്നതായിട്ടൊരു സാധനം ഈ പ്രേക്ഷകന് മനസ്സിലാവത്തില്ലെന്ന്. അന്ന് ആദ്യം പേര് കാറൊന്നും ഇല്ലല്ലോ. അപ്പൊ ഇങ്ങനെയൊക്കെ കാണിക്കുന്നതാണ് ഡ്രൈവിംഗ് എന്ന് വിചാരിച്ചിട്ട് അന്നത്തെ കാലത്തൊക്കെ ആൾക്കാർ പുതിയ വണ്ടിയൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഇവിടുത്തെ ജാട ടീംസ് ഒക്കെ ഉണ്ട്. അവരും ചുമ്മാ ഇങ്ങനെ കാണിച്ചോണ്ടിരിക്കും. ഇതിന് പ്ലേ ഉണ്ട്, പഴയ സ്റ്റിയറിംഗിന് പ്ലേ ഉള്ള സ്റ്റിയറിംഗാ. അവരും വെറുതെ ഇങ്ങനെ കാണിച്ചോണ്ടിരിക്കും. ഈ മറ്റേ സിനിമ കണ്ടിട്ട് സ്റ്റൈലാന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ നടക്കത്തില്ല. അങ്ങനെയല്ല, ഇങ്ങനെ പിന്നെ ചൂടത്ത് ഹുഡിയൊക്കെ ഇട്ട് നടക്കുന്ന പിള്ളേരെ പോലത്തെ ആൾക്കാർ ഈ എന്താണ് ഐഫോണൊക്കെ മേടിച്ച്, താറ് മേടിച്ച്, ബുള്ളറ്റ് മേടിച്ച് വീട്ടിൽ വെച്ചിട്ട് സ്റ്റൈലാന്ന് നടക്കത്തില്ലേ. ഇതൊന്നും ഉപയോഗിക്കേണ്ട എങ്ങനെയൊന്നും അറിയത്തൊന്നുമില്ലായിരിക്കുന്നേ. പക്ഷേ ഇതൊക്കെ മേടിച്ച് വലിയ പൊക്കി പിടിച്ച് നടക്കുന്ന ആൾക്കാരുണ്ട്. അന്നത്തെ ആൾക്കാർ ചേസ് ഒന്നും ചെയ്യാൻ പിന്നെ എല്ലാവർക്കും പറ്റത്തില്ല, അങ്ങനെ കാണിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇത് കാണിക്കാൻ പറ്റത്തില്ല. അപ്പൊ അവരെന്തെയ്യുന്നറിയോ, ഭാര്യയൊക്കെ ആയിട്ട് പോകും, അല്ലെ വല്ല ഗേൾഫ്രണ്ടോ, അന്നൊന്നും പിന്നെ ഗേൾഫ്രണ്ടൊന്നും വളരെ കുറവാണ് ഉള്ളവരൊക്കെ ആണെങ്കിൽ കാറിലൊക്കെ കയറുന്നത് ചുമ്മാ ഇങ്ങനെ കാണിച്ചിട്ടിരിക്കും. പാട്ട് പണ്ട് സ്റ്റീരിയോ സിസ്റ്റം ഒക്കെ ഉണ്ട്, ഗ്യാസ് ഒക്കെ മുന്നിൽ കയറ്റിയിട്ട്. മനസ്സിലായോ? പാട്ടൊക്കെ ഇടും. എല്ലാം മറ്റേ കബി കബി മേരെ ദിൽ മേ എന്നൊക്കെ പറഞ്ഞിട്ട് കാമുകി കേട്ടപ്പോൾ ചോദിക്കുന്നു, ഇങ്ങനെ പിടിക്കുന്നു. അപ്പോഴും പക്ഷേ ഇതിങ്ങനെ അനക്കിക്കൊണ്ടായിരിക്കും പിടിക്കുന്നത്. ഇപ്പോഴാണ് പിന്നെ ഇങ്ങനെ ഇരുന്നാൽ ഇവിടെ പെണ്ണിനെ പിടിക്കുവോ നിൽക്കുവോ കൈയിട്ട് വല്ല കാണിക്കുകയൊക്കെ ചെയ്യാം. അതായത് ഇതുണ്ട് കബി കബി. ഈ മലയാളം പാട്ട് എനിക്ക് കിട്ടുന്നില്ല കേട്ടോ. പെട്ടെന്ന് ഇങ്ങനെ കാർ ഓടിച്ചോണ്ട് ഇങ്ങനെ പോകുന്നത് എന്തോ പോക്കായിരിക്കും അത്. അങ്ങനെയാണെന്ന് വിചാരിച്ച കുറേ പേരുണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയ. ഈ സിനിമാക്കാരൊക്കെ കണ്ടിട്ട് ഇങ്ങനെ സ്റ്റൈലാണ് അല്ലെങ്കിൽ അത് അങ്ങനെയൊക്കെ വിചാരിക്കുന്നവർ ഇപ്പോഴും ഉണ്ട്. പക്ഷെ അവർക്ക് ഇതിന്റെ റിയാലിറ്റി മനസ്സിലായിട്ടില്ല. എവിടെയോ കുഴപ്പമുണ്ടെന്ന് തോന്നുന്നു ആളുകൾക്ക്. അതെന്താണ് കുഴപ്പം, എത്രത്തോളമാണ് കുഴപ്പം എന്നതിനെ പറ്റി വിശദ പഠനങ്ങൾ ജർമ്മനിയിൽ ഏതോ സയന്റിസ്റ്റ് നടത്തുന്നുണ്ടെന്നാണ് കേട്ടത്. റീസെന്റ് സ്റ്റഡി സേസ് ഇതൊക്കെ ഒരു എന്തോ ഒരു ഡിസോർഡറാണ്. അപ്പോൾ ഈ സിനിമാക്കാരെ കണ്ടധികം പഠിക്കുകയാണെങ്കിൽ ഇത് നല്ല മണ്ടന്മാരാ. അന്നത്തേക്ക് ഇന്ന് മണ്ടത്തരമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഇന്നത്തേക്ക് അതിലും വലിയ മണ്ടത്തരമായിട്ട് നാളെ പലർക്കും തോന്നും. അതുകൊണ്ട് ഈ മണ്ടത്തരം കണ്ടിട്ട് ഇതെന്തോ വലിയ സംഭവമാണ്, സിനിമ ഭയങ്കര ചമ്പമാണെന്ന് പറഞ്ഞാൽ അത് വേറെ കൊള്ളാമെന്നല്ല പടം കണ്ടിട്ട് പറഞ്ഞാൽ കുഴപ്പമില്ല. ഈ മലയാളത്തിലുള്ള ഊള അന്നും ഇന്നും എന്നും ഇവന്മാർ പൊട്ടന്മാരാണ്. അതുകൊണ്ട് ഈ മണ്ടന്മാരെ ഒന്നും കണ്ട് ഞെട്ടേണ്ട ആവശ്യമൊന്നും നമുക്കില്ല. ഇന്നത്തെ കാലത്ത് എല്ലാവരും പോയി കൈയടിച്ച് സാധനമൊക്കെ നാളെ വെറും വേസ്റ്റ് എന്ന് പറഞ്ഞാൽ വെറും പന്നത്തരായിരിക്കും. ഇപ്പൊ നമുക്ക് അറിയാം ഇത് കണ്ടാൽ ഇതുമായി ഊളത്തര കാണിക്കുന്നതെന്ന്. പക്ഷെ എല്ലാവർക്കും മനസ്സിലാവത്തില്ല. അത് ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാവും. ഇപ്പോഴും എടുത്ത സ്റ്റണ്ടൊക്കെ കാണണം. ഈ മോഹൻലാലൊക്കെ ഒന്ന് കാണിക്കുന്നുണ്ടെങ്കിൽ എന്തോ അയ്യോ നാണക്കേട്. അപ്പോൾ ശരി, ബൈ 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 ബൈ. ഇങ്ങനെ